ചില ആളുകൾ പറയും സൗദി അറേബ്യ പോയ അവിടെ മക്കാമുകളൊന്നും കാണാനില്ലല്ലോ എന്ന് പറയും. സൗദി അറേബ്യയില് നജിദിൽ നിന്ന് വന്ന പുത്തനാശയക്കാരായ ആളുകൾ വരുന്നതിന് മുമ്പ് സൗദി അറേബ്യയില് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മക്കാം ഉണ്ടായിരുന്നു. വലിയ മക്കാമ്, ഖുബ്ബയും മക്കാമും ഉണ്ടായിരുന്നു. മദീനത്തെ ജന്നത്തുൽ ബഖീയിൽ വലിയ ഖുബ്ബയുണ്ടായിരുന്നു. അതൊക്കെ പിൽക്കാലത്ത് പരിഷ്കരണവാദികൾ തകർത്ത് കളഞ്ഞതാ. ഇനി ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോയി നോക്ക്. ഇറാഖ്, അവിടെ കെട്ടിയുയർത്തിയ ഖുബ്ബകളുണ്ട് നൂറുകണക്കിന്. ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടേത്, സൽമാനുൽ ഫാരിസി തങ്ങളുടേത്, ഒരുപാട് സ്വഹാബത്തിന്റെ അനസ് ബിൻ മാലിക് തങ്ങളുടേത്, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങളത്. ഇവരെല്ലാം വലിയ വലിയ മക്കാമുകളാ. മജീദാജിക്കാന്റെ ഇവിടെ നമ്മൾ പോയി അല്ലേ? ജോർദാനിലേക്ക് ചെന്നാൽ അവിടെ മക്കാമുകളുടെ. ആരെ മക്കാമ? ജഅഫർ ബിൻ അബി ത്വാലിബ് തങ്ങളുടേത്, അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങളുടേത് തുടങ്ങിയുള്ള അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്, ഇവരൊക്കെ സ്വഹാബികളാണ്. ഇവരൊക്കെ വലിയ വലിയ മക്കാമാണ് ജോർദാനിൽ. അപ്പം ഇറാഖ്, ജോർദാൻ. ഫലസ്തീനിൽ ചെന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടക്കമുള്ള നബിമാരുടെ മക്കാം. ഈജിപ്തിൽ ചെന്നാൽ മഹാന്മാരായ സ്വഹാബത്തിന്റേത്, അതോടൊപ്പം തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റേത്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടേത് അടക്കമുള്ള മാനം മുട്ടെ കെട്ടി ഉയർത്തിയ വലിയ വലിയ മക്കാമുകൾ. ഇതൊക്കെ ഇസ്ലാമിന്റെ പഴയകാല അമ്പിയാക്കന്മാര് മുതൽ സ്വഹാബത്തടക്കമുള്ള മുൻഗാമികൾ കഴിഞ്ഞു പോയ സ്ഥലമാണ്. അവിടെയുള്ളവർ ഇന്നും മക്കാമുകൾ കെട്ടി ഉയർത്തുകയും മഹത്തുക്കളുടേത് പരിപാലിക്കുകയും ഉറൂസുകൾ നടത്തുകയും ചെയ്യും. ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള നാടാണ്. ഇനി ഷാമിലേക്ക് പോയാൽ സിറിയയിൽ വലിയ വലിയ മക്കാമുകളുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള മക്കാമുകൾ. പിന്നെ അടുത്ത ഒരു രാജ്യമാണ് ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള രാജ്യ തുർക്കി. ഞാനിപ്പോൾ എണ്ണിപ്പറഞ്ഞ സ്വഹാബത്തിന്റെ മുഴുവനും മക്കാമുകൾ അവിടെ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പാരമ്പര്യം പറഞ്ഞ നാടാ യമൻ. അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയ. യമൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള നാട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ നാടാണ് യമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മഹാനവറുകൾ വരുമ്പോൾ യമനികളുടെ മഹത്വം പറയും. ഹും അറഖു അഫ്ഇദതൻ, അവര് നല്ല ലോല മനസ്സുള്ളവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ യമനിൽ ചെന്നാൽ അവിടെയും വലിയ മഖാമുകളുണ്ട്. മുഹാജിറുൽ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുണ്ട്, ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുണ്ട്, ഫഖീഹുൽ മുഖദ്ദം തങ്ങളുടെ മഖാമുണ്ട്. അതുപോലെ ഒരുപാട് ഒരുപാട് ഇമാമിങ്ങളുടെ മഖാം സൻആയിലും ഹദറമൗത്തിലും തഈസിലും ഇബ്ബിലും അദദിലും ഹുദൈദയിലും ഖറനിലും അതൊക്കെ യമനിലുള്ള പ്രദേശങ്ങളാണ്. അവിടെയെല്ലാം മഖാമുകളും. അപ്പൊ ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള ഇനി എണ്ണ രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ മൊറോക്കോ, മഗ്രിബ്, അവിടെ ചെന്നാൽ വലിയ മഖാമുകളുണ്ട്. ആരുടേത്? ഖാദി ഇയാദ് തങ്ങൾ എന്ന ലോകപ്രസിദ്ധ പണ്ഡിതൻ ഷിഫ എന്ന കിതാബ് എഴുതിയ മഹാനവറുകളുടെ മഖാം. മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങളുടെ മഖാം. ഒരുപാട് ഇമാമിങ്ങളുടെ മഖാമുണ്ട് അവിടെ ചെന്നാൽ. ഇബ്നു ബത്തൂത്ത മൊറോക്കോക്കാരനാണ്, ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത. തഞ്ചയിൽ അദ്ദേഹത്തിന്റെ മഖാമുണ്ട്. അങ്ങനെ നോക്കിയാൽ മൊറോക്കോ എന്ന രാജ്യം ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യ. മൊറോക്കോയിലെ തഞ്ചയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെയിൻ കാണാം. ഒരു കടത്ത് കടന്നാൽ യൂറോപ്പിലേക്ക് എത്തും. അവിടെയാണ് മൊറോക്കോ ഉള്ളത്. അൾജീരിയയിൽ ചെന്നാൽ അവിടെ വലിയ മഖാമുകളുണ്ട്. അവിടെയോ ആഫ്രിക്കയിൽ അഥവാ അബ്ദുൽ ഖാദിർ ജസാഇരി റളിയല്ലാഹു അൻഹുവിന്റെ നാടാണ്.
അവിടെ വലിയ മഖാമുകളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു 10 രാജ്യത്തോളം, ഈ 10 രാജ്യത്തും മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാലം, സ്വഹാബത്തിന്റെ കാലം, പണ്ഡിതന്മാരുടെ കാലം ഇതെല്ലാം കഴിഞ്ഞുപോയി. അവിടെയുള്ള ആളുകൾ മഖാമുകൾ നിർമ്മിച്ച് പരിപാലിച്ചത് ഈ ലോകം മൊത്തമുള്ള പണ്ഡിതന്മാരും മുസ്ലിമീങ്ങളും മുശ്രിക്കിയായി പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? അങ്ങനെ ലോകത്ത് ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യങ്ങൾ എണ്ണിയാൽ അവിടെ എല്ലാ മഖാമുകളും ഉറൂസുകളും ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ കിടന്നങ്ങ് തുള്ളും, കേരളത്തിലേ ഉള്ളൂ മഖാമുകൾ, കേരളത്തിലേ ഉള്ളൂ ഉറൂസുകൾ, കേരളത്തിലേ ഉള്ളൂ ജാറങ്ങൾ, ജാറം കൊണ്ട് ഇവിടെ അങ്ങ് ജീവിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ മെഴുകണ ആളുകളുണ്ട്. അവര് പാരമ്പര്യം, ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള രാജ്യങ്ങളെ കുറിച്ച് പഠിക്കണം. ഇന്ന് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ദേശങ്ങളും സ്ഥലങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. അവിടെയെല്ലാം അതാ പ്രത്യേകമായ ചിട്ടയിലുള്ള സിയാറത്തുകളുണ്ട്. 4 ദിവസം മുമ്പ് ഞങ്ങൾ സുബഹി നിസ്കരിക്കാനെത്തിയത് അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ മഖാമിന്റെ അടുത്തുള്ള പള്ളിയിലാണ്. തഹജ്ജുദിന് തന്നെ ആളുകൾ പള്ളിയിലെത്തും. ജമാഅത്തിന് നേരത്തെ തന്നെ വന്ന് കാത്തിരിക്കും. വാങ്ങിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ എല്ലാവരും യാസീൻ ഓതും. ആ പള്ളിയിലെ പതിവ് അങ്ങനെ, എല്ലാവരും യാസീൻ ഓതും. നല്ല കാര്യങ്ങൾ ഓതിക്കൊടുക്കും. മുഴത്തിന് സ്വലാത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഔറാദുകൾ ചെല്ലും. ലോഹറിനൊക്കെ പോയ, ജുമഅക്ക് പോയ പ്രതീതിയ. നേരത്തെ വന്ന് സുന്നത്ത് നിസ്കരിച്ച് ആളുകൾ കാത്തിരുന്ന് ജമാഅത്തിൽ കൃത്യമായി പങ്കെടുത്ത് ചിട്ടയോടെ ഔറാദുകൾ ചൊല്ലി ദുആ ചെയ്തിട്ട് പിരിയുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇന്നും.